ഈ പ്രേമലുവിന്റെ കാര്യം പറഞ്ഞ പോലെ അന്നും നമ്മളിപ്പോൾ ഉള്ള പുതിയ ആളുകൾ, ഇപ്പം ഞാനായാലും സംഗീതമായാലും അഖിലായാലും, നമ്മളെ വിശ്വസിച്ച് നമ്മുടെ പേര് സജസ്റ്റ് ചെയ്യാൻ ഒരു ഡയറക്ടറും അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളൊക്കെ ആ സിനിമയിൽ ആ വേഷങ്ങൾ അഭിനയിച്ചത്. അപ്പൊ അതുപോലെ തന്നെയാണ് ശരിക്കും നിങ്ങൾ ഈ പുതിയ ആൾക്കാരും. മഹേഷ് പ്രഭു സജസ്റ്റ് ചെയ്യാനും ലിസ്റ്റിൻ ചേട്ടൻ ആ കുഴപ്പമില്ല അവർ ചെയ്യട്ടെ എന്ന് പറയുന്നത് കൊണ്ടാണ് പുതിയ ആൾക്കാർ വരുന്നത്. അപ്പൊ ലിസ്റ്റിൻ ചേട്ടനാണ് ശരിക്കും കയ്യടി ഇവിടെ അർഹിക്കുന്നത്. എനിക്ക് തോന്നി പുതിയ താരങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ആ പ്രേമലു ടീം എന്ന് തോന്നി. ഇവിടെ സംഗീതവും അതുപോലെ തന്നെ ഓടിയോടെ അഖിലേ ഇത് കയ്യടി കൊടുക്കണ്ടേ? പുതിയ താരങ്ങൾക്ക് ആശംസയുമായി പ്രേമലു ടീം. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ നിൽക്കുമ്പോ. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പൂജ അറ്റൻഡ് ചെയ്യുന്ന ബേബികളുടെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും. ഓൾമോസ്റ്റ് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന്റെ അവിടെ നിന്ന് ഓടി വരണേ. അപ്പൊ വരുന്നതിന്റെ ഒരൊറ്റ റീസൺ ഇതുള്ളൂ, മാജിക് ഫ്രെയിംസ് ആണ് ഇതിന്റെ റീസൺ. അപ്പൊ എപ്പോഴും മാജിക് ഫ്രെയിംസ് ഒരു ഫാമിലി പോലെയാണ്. ലിസ്റ്റിൻ ചേട്ടന്റെയും അഖിലേട്ടന്റെ ഒക്കെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ഫാമിലിയാക്കി മാറ്റും. പിന്നീട് അങ്ങോട്ടേക്ക് എല്ലാ പരിപാടിക്കും വിളിക്കാന്ന് പറയുമ്പോ പിന്നെ ഒരു 2 പ്രാവശ്യം നമ്മളെങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ 3ാമത്തെ വട്ടത്തോടി പിന്നെ വരാതെ വയ്യാന്നാവും. കാരണം അവരത്രയും കാര്യമായിട്ട് ഓരോ സമയത്തും നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ അങ്ങനെയാണ് ഓടി വരുന്നത്. അപ്പൊ ഭയങ്കര പിന്നെ ഓൾസോ ഒരു ദിവസം ഇതുപോലെ രാത്രി നിൽക്കുന്ന സമയത്താണ് ലിസ്റ്റിൻ ചേട്ടൻ എനിക്ക് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് അയച്ചിട്ട് ഒന്ന് വായിക്കാൻ പറഞ്ഞത്. അപ്പൊ അന്ന് വായിച്ചപ്പോ തന്നെ എനിക്ക് കൊറിയൻ ഡ്രാമാസിന്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു സോളുള്ള ഒരു പടമായിട്ട് അന്ന് തോന്നിയായിരുന്നു മേരി ബോയ്സ്. അപ്പൊ ഞാൻ അന്ന് തന്നെ പറഞ്ഞു, അപ്പൊ ആ സിനിമയുടെ പൂജയ്ക്ക് ഇപ്പൊ അത് പ്രൊജക്റ്റായി, അത് കുറെ നമ്മളന്ന് വായിച്ചവർക്കൊക്കെ ഇപ്പൊ മുഖങ്ങളായി. അവരുടെ ഒക്കെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം. ഇപ്പൊ സംഗീതയുടെ പറഞ്ഞ പോലെ തന്നെ ഞാനും ആദ്യമായിട്ട് ഒരു പൂജ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് അവറാച്ചൻ ആൻഡ് സൺസിന്റെയാണ്. അപ്പം ഇപ്പൊ മാജിക് ഫ്രെയിംസിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പടത്തിന് എന്റെ എല്ലാവിധ ഓൾ ദി ബെസ്റ്റും. ചന്തുവിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചന്തു കയ്യിൽ കൊടുത്തോണ്ട് നമുക്ക് ചന്തുവിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. അല്ലെ, എനിക്കധികം പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ എല്ലാവരും. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്റെ ജൂനിയർ ആയിരുന്നു ഇതിലെ നായിക ഐശ്വര്യ. ഞങ്ങൾ അമൃതയിൽ പഠിച്ചാണ്. അപ്പൊ അതാണ് ഇവിടെ എനിക്ക് ആകെ പരിചയമുള്ള ഒരാൾ. പിന്നെ പാർവതിനെ അറിയാം. പാർവതി അറിയാം. പിന്നെ സാഫ്, ഷോൺ, അർജുൻ. എടാ സംഗീത വേണ്ട സംഗീതന്റെ സംഗീതന്റെ സീനിയർ ആയിരുന്നു. ഞാനും സംഗീതം 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതമായിട്ട്. സംഗീതത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഞാനിവിടെ വന്നതിന് മെയിൻ ഉദ്ദേശം ഞാൻ ലിസ്റ്റിന്റെ കുറച്ച് തമാശകൾ കേൾക്കാലോ എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇന്ന് ലിസ്റ്റിന്റെ ഭയങ്കര സീരിയസ് ആണ്. അപ്പോ ഞാനിന്ന് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഈ സിനിമയുടെ കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ കഥ കേട്ട് എന്നെ ഇതിലേക്ക് ലിസ്റ്റിന്റെ എടുക്കട്ടെ എന്നും ബിന്ദു ചേച്ചി കൊടുക്കുന്ന പോലെ പൈസ കൊടുത്ത് അത്ര അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ കുറച്ച് പൈസയൊക്കെ തന്ന് ആ പൈസ ലിസ്റ്റിന്റെ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എല്ലാവരും ഡയറക്ടർ ചേട്ടാ ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.